So electrostatic potential due to an electric dipole. Dipole നമുക്കറിയാലോ എന്നാണ് dipole? Two equal and opposite charge separated by a very small distance. Let's consider an electric dipole. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ സെപ്പറേറ്റ് ചെയ്തിരിക്കും. Let's consider this is plus charge or plus Q. ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ എഴുതണേ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a അല്ലെ? ഡൈപോളിന്റെ ഡിസ്റ്റൻസ് 2a ആയിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇതാണ് ഇതിന്റെ പോസിറ്റീവ്, ഇതാണ് ഇതിന്റെ നെഗറ്റീവ്. ഇനി ഇതിൽ നിന്ന് ഇതിന്റെ സെന്റർ ഇതല്ലേ ഈ പോയിന്റ്, ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് P. ഓക്കെ, ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് P. അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ഈ P എന്ന് പറയുന്ന പോയിന്റിലെ എന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വിയുടെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കും. ഇവിടെ r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് എടുത്താൽ എനിക്കറിയാം ഈ ലൈനും തമ്മിൽ യോജിപ്പിക്കാം, ഈ ലൈനും തമ്മിൽ യോജിപ്പിക്കാം, ശരിയല്ലേ? ഈ ലൈൻ തമ്മിൽ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് യോജിപ്പിക്കാം, ഫസ്റ്റ് പോസിറ്റീവ് ചാർജ് എന്ന് യോജിപ്പിക്കാം. ഇവിടുന്ന് അതുപോലെ തന്നെ സിമിലർ ആയിട്ട് നമുക്ക് ഈ നെഗറ്റീവ് ചാർജും ഈ പറയുന്ന പോയിന്റ് തമ്മിൽ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിപ്പം ആറിനെടുത്ത് ഇപ്പൊ ഞാൻ ഇതിന്റെ ഡിസ്റ്റൻസോടെ എടുക്കുവാണ്. ലെറ്റ് കൺസിഡർ പോസിറ്റീവ് ചാർജിൽ നിന്നുള്ള ദൂരം R1 എന്നും നെഗറ്റീവ് ചാർജിൽ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് R2 എന്നും എടുക്കട്ടെ. അപ്പൊ നമ്മുടെ ഫിഗറും കാര്യങ്ങളും കഴിഞ്ഞു. ഓക്കെ, തെളിയിക്കാൻ പോകുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V അറ്റ് ദ പോയിന്റ് P. ഈ പോയിന്റിലെ V അത്ര. അപ്പൊ നമ്മളോട് പറയും ഒരു ഡൈപോൾ തന്നു കഴിഞ്ഞാൽ ആ ഡൈപോളിന്റെ ആക്സിയൽ ലൈൻ, ഇക്വറ്റോറിയൽ ലൈൻ, അവിടെയെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഇതിനെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ജനറൽ കേസ് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എനി ഡിസ്റ്റൻസ് സ്മോളർ ഫ്രം ദ സെന്റർ ഓഫ് ദ ഡൈപോൾ. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വിയുടെ ഇക്വേഷൻ, വി എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? 1/4πε0 1/4πε0 Q ഡിവൈഡഡ് ബൈ R. ഇനി ഡ്യൂ ടു പോസിറ്റീവ് ചാർജ്, ആദ്യത്തെ ചാർജ് മൂലം ഉണ്ടാകുന്നത് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്, അതിന് വേണ്ടി ഞാൻ V പ്ലസ് എഴുതി. V പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇത് പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ പ്ലസ് ക്യൂ മുതൽ പോയിന്റ് P വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് R1. സിമിലർലി ഡ്യൂ ടു നെഗറ്റീവ് ചാർജ്, due to negative Q, V minus that is equal to 1/4πε0 minus Q divided by R2. ശരിയല്ലേ മീട്ടു? ഒന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തില്ല. V അറിയായിരുന്നു, V വെച്ച് V പ്ലസ് എഴുതി, V മൈനസ് എഴുതി. ഇപ്പൊ ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ചാർജിനെ ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇവിടെ എന്ന് പറയുമ്പം
ഈ ഡൈപോളിന് അടുത്തേക്ക് എന്ന് പറയുമ്പോൾ ഡൈപോളിന്റെ സെന്റർ ആയിട്ട് എടുക്കും. ഡൈപോളിന്റെ സെന്ററിലേക്ക് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് എത്രയാണ്? അതാണ് ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ദാറ്റ് മീൻസ് വി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക്. പോസിറ്റീവ് മൂലം അവിടെ വർക്ക് ഉണ്ടാകും, നെഗറ്റീവ് മൂലവും വർക്ക് ഉണ്ടാകും. ഏതാ ചാർജ് കൊണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞിട്ട്, അപ്പം വി പോസിറ്റീവ് മൂലമുള്ള വർക്ക് പ്ലസ് വി നെഗറ്റീവ് മൂലമുള്ള വർക്ക്, ദാറ്റ് ഈസ് ദ ടോട്ടൽ വർക്ക്. ശരിയല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരി, അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ട വർക്കാണ്. ആ വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് അവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പോസിറ്റീവിനെ കൊണ്ടുവന്നെങ്കിൽ റിപ്പൽ ചെയ്യുക, നെഗറ്റീവ് അട്രാക്ട് ചെയ്യുക. അപ്പൊ രണ്ടുപേരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും മൂലമുള്ള അട്രാക്ഷൻ അല്ലെ റിപ്പൾഷൻ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളിവിടെ പറയുകയാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയാണ്? V1 പ്ലസ് V2 അല്ലെങ്കിൽ V പ്ലസ് പ്ലസ് V മൈനസ്, ദാറ്റ് ഈസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ. നമുക്ക് എന്ത് ചെയ്യാം? മോൾ തന്നിരിക്കുന്ന വാല്യൂ V പ്ലസിനെ V മൈനസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0 പ്ലസ് Q ഡിവൈഡഡ് ബൈ R1 പ്ലസ് 1/4πε0 മൈനസ് Q ഡിവൈഡഡ് ബൈ R2. മീറ്റുവിന്റെ റേഞ്ച് പോയിരുന്നത് ദീപക്കിനെ കേൾക്കാലോ? That is equal to 1/4πε0 is the common. ε0 into ഇവിടെ നെഗറ്റീവ് സൈൻ ആണല്ലോ, Q ബൈ R1 മൈനസ് Q ബൈ R2. Q രണ്ടിലും ഉണ്ട്, again it is a common, therefore Q by 4πε0 Q by 4πε0 1 by R1 minus 1 by R2. That is equal to Q by 4πε0 R2 minus R1 divided by R1 into R2. ശരിയല്ലേ? That is taken as equation number 1. That is a total potential V യുടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. V എന്ന് പറയുന്നത് പ്ലസ് ചാർജ് മൈനസ് ചാർജ് മൂലമുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ രണ്ട് ചാർജിന്റെയും V എഴുതി. വിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം, 1/4πε0 Q by R. ആദ്യത്തെ ചാർജ് മൂലം പ്ലസ് Q ആയതുകൊണ്ട് പ്ലസ് Q ഡിവൈഡഡ് ബൈ R1 മൈനസ് ചാർജിന്റെ മൈനസ് Q ബൈ R2. V പ്ലസും V മൈനസും കൊടുത്തു, രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1/4πε0 Q by R1 മൈനസ് Q by R2. Q കോമൺ ആണ്, പുറത്തിട്ടു. 1/R1 മൈനസ് 1/R2. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2. മനസ്സിലായോ? ഹലോ, അവിടെ വരെ എഴുതിയെടുത്ത ദീപൊക്കെ ഞാനിപ്പോ മീറ്ററിനോട് വരാൻ പറയും. ഈ സ്റ്റെപ്പ് വരെ എഴുതിക്കേ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമ്മൾ വിയുടെ ഇക്വേഷൻ എത്തി. V is equal to Q by 4πε0 R2 minus R1 divided by R1 R2. ഇനി ഇതിനകത്ത് ഞാൻ R1 R2ന്റെയും R2 മൈനസ് R1 ഇതിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാല്, നമ്മുടെ ഫിഗർ ഉണ്ടല്ലോ, നമ്മുടെ ഫിഗറിൽ ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഡൈപോൾ തമ്മിലുള്ള ലെങ്ത് വ്യത്യാസം കാണാൻ വേണ്ടി ഇവിടുന്ന് ഒരു എന്നാ പറഞ്ഞ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് 90 ഡിഗ്രി വരച്ചാൽ മതി അല്ലേ? അതല്ലേ ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് അല്ലേ? നോക്കിയേ, പ്ലസ് Q അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R1, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ ആ രണ്ട് ഡിസ്റ്റൻസ് എത്ര വ്യത്യാസം ഉണ്ടെന്ന് അറിയാൻ എന്നാ ചെയ്യണം? ഇതിലോട്ട് ഒരു വെർട്ടിക്കൽ ലൈനിങ് വരയ്ക്കണം. അപ്പൊ എന്നാ പറ്റും? ഇപ്പൊ നോക്കി, ലെറ്റ് കൺസിഡർ ദിസ് ഈസ് എ പോയിന്റ് എ, പോയിന്റ് ബി, ദിസ് ഈസ് എ പോയിന്റ് സി. അങ്ങനെ 3 പോയിന്റ് എടുത്തു കഴിഞ്ഞാല് ഇതുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിന്റെ വാല്യൂ
കൺസിഡർ ദിസ് ഈസ്, ഇതാണ് 90 ഡിഗ്രി എങ്കിൽ ഈ ആംഗിളിന്റെ വാല്യൂ തീറ്റ ആയിരിക്കും. ശരിയല്ലേ? ചുമ്മാ തീറ്റ എന്ന് ഞാൻ അസ്യൂം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇപ്പം R1 R2 R1 മൈനസ് R2 നോക്കിയേ, ഇത് R1 അല്ലേ, ഇത് R1, ഇത്രയും R2, ഇത്രയും R2 ആണെങ്കിൽ ബി സിയുടെ ലെങ്ത് എത്രയായിരിക്കും പറഞ്ഞേ? ബി സി ഈസ് ഈക്വൽ ടു എത്രയാന്ന് കുറച്ച് പറഞ്ഞാൽ മതി. ഇതാണ് R2, ഇതാണ് R1 എങ്കിൽ ഇത് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത് എത്രയാ? R2 മൈനസ് R1. ശരിയല്ലേ? ബി സി എന്ന് പറഞ്ഞ R2 മൈനസ് R1, അതല്ലേ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? കണ്ടോ? അപ്പൊ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി എത്രയാണ് R1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? R1 ഇൻറ്റു R2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ R2 മൈനസ് R1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫിഗറിൽ ഇത്രയും മോഡിഫിക്കേഷൻസ് വരുന്നത്. സോ ഇനി ഇതിന്റെ കോസ് തീറ്റ എടുക്കുക. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ കോസ് തീറ്റ വാല്യൂ എടുക്കുക. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു adjacent side divided by hypotenuse, that is equal to BC divided by AB, that is equal to R2 minus R1 divided by this AB, that is equal to 2A, that is equal to cos theta. അങ്ങനെയെങ്കിൽ R2 minus R1 വാല്യൂ എത്രയാണ്? R2 minus R1 is equal to 2A cos theta. ആ സ്റ്റെപ്പോടെ കിട്ടിയോ? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നേ, വളരെ എളുപ്പമാണ്. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് R2, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് R1. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ്, ഈ വ്യത്യസ്തപ്പെട്ട ഈ ഡിസ്റ്റൻസ് R2 മൈനസ് R1 ആണ് എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്നാ ചെയ്തു? R2 മൈനസ് R1 കിട്ടാൻ വേണ്ടി ഇവിടുന്ന് R2 മൈനസ് R1 കിട്ടാൻ വേണ്ടി ഇത് R2 ഇത്രയും മൈനസ് R1 ദിസ് വാല്യൂ, ഇത് കിട്ടാൻ വേണ്ടി അത് വരുന്ന തീറ്റ എടുത്തു. അതിപ്പം സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡേ വരുള്ളൂ. അതുകൊണ്ട് കോസ് തീറ്റ എടുത്തു, അഡ്ജസന്റ് സൈഡ് ബൈ കർണം, അല്ലെ ഓപ്പോസിറ്റ് സൈഡ് സമീപവശം ബൈ കർണം. അപ്പൊ ഇതിന്റെ വാല്യൂ R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ 2A. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2A ഇൻറ്റു കോസ് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു R2 മൈനസ് R1. So R2 minus R1 is equal to 2A cos theta. തീർന്നില്ല, ചേട്ടാ പറഞ്ഞിട്ട് പോവാം. ഇനി നോക്കിയേ, R1 ഈ 2A എന്ന് പറയുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ? രണ്ട് ഡൈപോൾ തമ്മിലുള്ള വെരി സ്മോൾ ഡിസ്റ്റൻസ്. 2A is very very small compared to R1 and R2. അപ്പം ഇവിടെ ഇങ്ങനെ രണ്ട് കുത്തി ഇത് അകലെ ആയതുകൊണ്ട് നമ്മൾ വരയ്ക്കണം. ഇത് വളരെ തൊട്ടടുത്താണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ R2 മൈനസ് R1 അല്ലെങ്കിൽ ഈ R1ഉം R2ഉം തമ്മിൽ ഒരു വലിയ വ്യത്യാസം കൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്നെ എടുക്കുന്നു വെച്ചാല് ഈ സെൻട്രിൽ നിന്നുള്ള വാല്യൂ ഏകദേശം R2നും R1നും ഈക്വൽ ആണെന്ന് പറയും. If 2A is very very small, we can say that R1 is equal to R2, that is equal to അല്ലെ approximately equal to R. അത് R ആണെങ്കിൽ നോക്കിയാൽ ഇതിന്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി R1 ഇൻറ്റു R2. R1ഉം R ഉം തുല്യമാണെങ്കിൽ R1 ഇൻറ്റു R2നെ എനിക്ക് എന്നാന്ന് പറയാം? therefore R1 ഇൻറ്റു R2 ഈസ് ഈക്വൽ ടു R ഇൻറ്റു R തന്നെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു R സ്ക്വയർ. അതും ശരിയല്ലേ? നോക്കണം, ഒന്നുകൂടെ ശ്രദ്ധിക്കണം. എനിക്ക് ഇവിടെ വിയുടെ ഇക്വേഷൻ എഴുതി വന്നപ്പം അറിയത്തില്ലാത്ത രണ്ട് പാരാമീറ്റർ വന്നു, R2 R1, R2 മൈനസ് R1ഉം R2 ഇൻറ്റു R1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ ഡൈപോളിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് കൊണ്ട് ഒരു ചാർജിൽ നിന്ന് മറ്റൊരു ചാർജിലേക്കുള്ള ലെങ്തിനെ യോജിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയായി? ഇവിടെ ഒരു തീറ്റ ആംഗിൾ കിട്ടി. ഇവിടെ BC എന്ന് പറയുന്നതാണ് വ്യത്യാസപ്പെട്ട ലെങ്ത്. ഇത് മൊത്തം എത്രയാണ്? നമ്മുടെ മൊത്തം എന്ന് പറയുന്നത് R2 ആണ്. ഇത് മൊത്തം R2 ആയതുകൊണ്ട് അത്രയും R1 കുറച്ച് ഈ വ്യത്യാസമാണ് R2 മൈനസ് R. അത് കിട്ടുന്ന സൈഡ് വെച്ചുള്ള ആംഗിൾ എടുത്തു, കോസ് തീറ്റ.
adjacent side by hypotenuse. BC R2 minus R1 divided by 2a. Cross multiply ചെയ്തപ്പം ഇവിടെ കിട്ടേണ്ടതിന്റെ മോൾ വാല്യൂ ആയി R2 minus R1 is equal to 2a cos theta. ഇനി 2a എന്ന് പറയുന്നത് it is a distance between a dipole. The two equal and opposite charge തമ്മിലുള്ള ആ ചെറിയ ഡിസ്റ്റൻസ്. അങ്ങനെ നമ്മൾ പടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതല്ലാതെ അത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറയല്ല. നമ്മൾ അന്ന് ഡൈഇലക്ട്രിക് ചെയ്യാൻ വരച്ച് കണ്ടപ്പം അല്ലെ രണ്ട് ചാർജുകൾ തൊട്ടടുത്തിരിക്കുന്നെന്ന് പറഞ്ഞ് വരച്ച് കണ്ടപ്പം അതിങ്ങനെ വളരെ ചേർന്ന് കിടക്കുക ഡൈഇലക്ട്രിക്സിലൊക്കെ പോളറൈസേഷൻ ഒക്കെ. ഇപ്പൊ 2a എന്ന് പറയുന്നത് R1നെ അപേക്ഷിച്ചും R2 അപേക്ഷിച്ചും വലിയ ചെറുതായതുകൊണ്ട് തമ്മിലുള്ള വ്യത്യാസം, അത് തമ്മിലുള്ള അകലം ഒരു വലിയ വ്യത്യാസം ഉണ്ട്, അല്ലെ നീളത്തിന് ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ലെറ്റ് അസ്യൂം ദാറ്റ് R1 is equal to R1 is equal to നടുക്കുന്ന് പിടിക്കുന്ന അതേ അകലം തന്നെ ആയിരിക്കും ഏകദേശം അങ്ങേയറ്റം എടുത്താലും ഇങ്ങേയറ്റം എടുത്താലും. സോ R1 is equal to R2 is equal to R. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ ക്വാണ്ടിറ്റി എനിക്ക് വേണം R1 into R. R1 into R2 is equal to R into R, that is equal to R square. മനസ്സിലായ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും? ഇക്വേഷൻ 1ലെ R2 minus R1ഉം R1 into R2ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ 2ഉം 3ഉം ആയിട്ട് എടുത്ത്. ഓക്കെ, എഴുതിയെടുത്തേ. ഓക്കെ, ഇപ്പൊ നമ്മള് ഈ പറയുന്ന ഇക്വേഷൻ നമ്പർ 1ലെ R2 minus R1ഉം R1ഉം R2ഉം കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ വിയുടെ ഇക്വേഷൻ എങ്ങനെയാകും? V is equal to Q by 4 pi epsilon 0 into R2 minus R1 എത്രയാ? 2a cos theta divided by R1 into R2, that is equal to R square. ഇനി 2a into Q, അതിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? കേട്ടോ, 2aq എന്ന് പറഞ്ഞാൽ എന്നാണ്? ഡൈപോൾ മൊമെന്റ് P. ഡൈപോൾ മൊമെന്റ് P is equal to 2a into Q. ഉദാഹരണം പഠിക്കാത്തതിന്റെ ഒരു അങ്ങനെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. വൺ ഓഫ് ദ charge into distance of separation or dipole moment P is equal to 2a into Q. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ ഒരു ആൻസർ that is equal to P by 4 pi epsilon 0 അല്ലേ? അല്ലെ 1 by 4 pi epsilon 0 P, small p ആണ്, small p cos theta divided by R square, that is equal to V. This is the final equation. This is the equation for electrostatic potential due to an electric dipole. V is equal to 1 by 4 pi epsilon 0 P cos theta divided by R square. മനസ്സിലായി? എന്തെങ്കിലും സംശയം ഉണ്ടോ? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2a cos theta എന്നുള്ളതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R, അതുകൊണ്ട് R സ്ക്വയർ ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു R2 എന്ന് വരാം R സ്ക്വയറും കൂടെ കൊടുത്തു. അപ്പം നമുക്ക് വാല്യൂ കിട്ടി V is equal to 1 by 4 pi epsilon 0 P cos theta divided by R square. ഇനി നമ്മൾ അന്ന് ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ നമ്മൾ ഓർക്കുന്നുണ്ടോ, ഒരു ആക്സിയൽ ലൈൻ, ഇക്വറ്റോറിയൽ ലൈൻ എന്നൊക്കെ എടുത്തില്ലേ? ആക്സിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ആക്സിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ഇക്വറ്റോറിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ. അങ്ങനെ രണ്ട് എസ്സേ പഠിച്ചായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ. ഓർമ്മിക്കുന്നുണ്ടോ എന്തേലും? ഇവിടെ നമുക്ക് അതുപോലെ സിമിലർ വേ നമുക്കത് ചെയ്യാം. കേസ് 1 ആക്സിയൽ ലൈൻ ആണെന്ന് വെക്കുക. at any point on the axial line. ഇവിടെ ഇങ്ങനെയാണ് ഡൈപോൾ കിടക്കുന്നത്. ഏത് ഇവിടുന്ന് മോളിൽ നിന്ന് താഴത്തേക്കാണ് നമ്മുടെ ഡൈപോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം ഇതിന്റെ ആക്സിയൽ ലൈൻ എവിടെയായിരിക്കും?
ദീപക് ഈ ഡൈപോളിന്റെ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞ എവിടെയായിരിക്കും? അതിന്റെ നേരെ തന്നെ ആയിരിക്കും അല്ലേ? ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇങ്ങോട്ടായിരിക്കും. ദാറ്റ് ഈസ് ദ ആക്സിയൽ ലൈൻ. അന്ന് നമ്മൾ നീളപ്പാടാ വരച്ചേ. അപ്പം അവിടുന്ന് 90 ഡിഗ്രി മുകളിലോട്ട് ദാറ്റ് ഈസ് ദ ഇക്വറ്റോറിയൽ ലൈൻ. അപ്പൊ എന്നാ ചെയ്യണം? ആക്സിയൽ ലൈൻ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? സോനു, ഈ ഡൈപോളിന്റെ നേരെ തന്നെ കിടക്കുവാണെങ്കിൽ തീറ്റ എത്രയാണ്? എ ബി എന്ന് പറയുന്ന ഡൈപോളിന്റെ അതേ ആക്സിസിൽ തന്നെ, ആക്സിയൽ ലൈനിൽ തന്നെയാണ് ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നതെങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന ഡൈപോളും ഈ പോയിന്റ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. 0. ഇവിടുന്ന് നേരെ കിടക്കുമല്ലേ ആക്സിയൽ ലൈൻ തന്നെ. സോ തീറ്റ ഈസ് ഈക്വൽ ടു 0. കോസ് 0 എത്രയാണ്? ഒന്നും അറിയില്ല ചെറുക്കൻ. 1/1 therefore cos തീറ്റയ്ക്ക് പകരം എന്നാകും? 1 കൊടുത്തു കഴിഞ്ഞാൽ v is equal to 1/4πε0 p divided by r square. That is the എന്താണ്? Electrostatic potential at the axial line of a dipole. Now we are going to case 2. Case 2 in a equatorial point or equatorial line. Case 2. ഇത് പ്രോബ്ലം ആയിട്ട് ചോദിക്കുമ്പം ഇക്വേഷൻ മുഴുവൻ അറിയണം. അതിന്റെ ഡെറിവേഷൻ ആണ് ഈ ചെയ്തു തന്നെ. ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈനിലെ തീറ്റ എത്രയായിരിക്കും? മീറ്റു എന്തോ? ഇക്വറ്റോറിയൽ പോയിന്റിലെ തീറ്റ എത്രയായിരിക്കും? ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ അങ്ങോട്ടുള്ള ആംഗിൾ എത്രയായിരിക്കും? So this is the equatorial line that is perpendicular to the dipole AB. So theta is equal to 90 degree. So cos theta that is equal to cos 90. Cos 90 is equal to 0. Therefore V is equal to 0 at the equatorial point. മനസ്സിലായോ ദീപകെ? ക്ലിയർ ആയില്ലേ? 3 വാല്യൂ. ദിസ് ഈസ് എ ജനറൽ എക്സ്പ്രഷൻ. ആദ്യം ജനറൽ ആയിട്ട് എക്സ്പ്രഷൻ പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് v is equal to 1/4πε0 p cos theta divided by r square. For axial line theta 0, cos theta 1, 1/4πε0 p by r square. Other case at the equatorial point, theta is equal to 90, then v is equal to 0. This is our essay. That means the electrostatic potential due to an electric dipole generally again at the axial point and at the equatorial line of a dipole. എന്തെങ്കിലും സംശയം ഉണ്ടോ? കുഴപ്പമില്ലല്ലോ.